ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായി ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഇന്നത്തെ മോർണിംഗ് മന്നായുടെ തലക്കെട്ടിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ആ പച്ച പട്ടിക എന്നുള്ളതാണ്. അതിന് ആധാരമാക്കി ഒരു ദൈവത്തിന്റെ വചനം ഞാൻ ഇവിടെ വായിക്കുകയാണ്. ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിന്റെ ആവർത്തനം 29-ാം അധ്യായത്തിന്റെ ഞാൻ ഇവിടെ വായിക്കുന്നു. എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും നിങ്ങൾക്ക് യഹോവ ഇന്നുവരെയും തന്നിട്ടില്ല. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തിരുവചനം ഈ പ്രഭാതത്തിൽ ചിന്തിപ്പാൻ ദൈവം നമുക്ക് നൽകിയതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇവിടെ വർഷങ്ങൾക്ക് മുൻപേ സ്പെയിനിലെ അഡ്വന്റിസ്റ്റ് സെമിനാരിയിൽ ഒരു വേദ ശാസ്ത്ര വിദ്യാർത്ഥി പറയുന്ന അദ്ദേഹത്തിന്റെ അനുഭവമായ ഒരു ചരിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ബൈബിൾ കോളേജിൽ അഥവാ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇന്നത്തെ ബൈബിൾ കോളേജിലെ പോലെയോ സെമിനാരിയിലെ പോലെയോ ആധുനിക സൗകര്യങ്ങളോ ഒന്നും അന്നേ കാലത്തില്ലായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഞങ്ങൾ ഒരു ക്ലാസ് മുറികളോ ഞങ്ങൾക്കില്ലായിരുന്നു, ഒരു വായനശാലയോ ഒരു കിടപ്പ് മുറികളോ ഒരു ഭക്ഷണ മുറിയോ അദ്ദേഹം ഇല്ലായിരുന്നു. കാരണം അദ്ദേഹം വചനം പഠിച്ചതായ ആ കാലഘട്ടത്തിലെ ഇരുന്ന് വായിക്കാൻ പോലും ഉള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മുറി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരു വായനശാല, അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഗ്ലാസ് മുറി, ഒരു കിടപ്പ് മുറി അഥവാ ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ പോലും ഉള്ളതായ സൗകര്യം അന്നില്ലായിരുന്നു. അത്ര പ്രയാസത്തിന്റെയും പ്രതികൂലത്തിന്റെയും നടുവിലാണ് അന്നത്തെ വിദ്യാർത്ഥികൾ, വേദശാസ്ത്ര വിദ്യാർത്ഥികൾ അന്ന് പഠിച്ചുകൊണ്ടിരുന്നതായ ആ കാലയളവിൽ ഇന്ന് നമുക്ക് എല്ലാ ആധുനിക സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും ഒക്കെ എല്ലാ രീതിയിലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചതായ ഒരു കാലഘട്ടമാണ് ഈ നൂറ്റാണ്ടിൽ നാം ഒന്ന് വിലയിരുത്തി ചിന്തിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് നൽകിയതായ ആ അവസ്ഥകളും അനുഭവങ്ങളൊക്കെ. അവർ അധ്യാപകരുടെ ഭവനങ്ങളിലും മറ്റ് ഇടങ്ങളിലുമൊക്കെയാണ് പോയി ദൈവവചനം പഠിക്കുവാനിരുന്നത്. പല ഭവനങ്ങളിലെ അത് അധ്യാപകരുടെ ഇടയിലെ അവരുടെ ഭവനങ്ങളിലെ ഒക്കെ പോയി കിട്ടുന്നതായ സൗകര്യം ഒത്ത് അതിനോട് യോജിച്ച് അനുകൂലിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് വളരെ കഷ്ടപ്പെട്ട് ആണ് ദൈവത്തിന്റെ വചനം അന്ന് അവര് പഠിക്കുവാനിടയായി തീർന്നത്. അപ്പോസ്തലനായ പൗലോസും ഇപ്രകാരം തന്നെയാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം വലിയ ധനാഢ്യനും വിദ്യാസമ്പന്നനുമായിരുന്നു. എങ്കിലും അദ്ദേഹം ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിച്ചത്. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് മറന്നു പോവുകയുമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും അത് നിലനിൽക്കും. അതുപോലെ തന്നെ നമുക്കറിയാം മറിയയുടെ ആ അനുഭവം. മറിയ ഇപ്രകാരം പറയുന്നുണ്ട്. മറിയ പറയുന്നു, ഞാൻ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ നല്ല അംശങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തു. അത് ആർക്കും അപകരിച്ചു കൊണ്ടുപോകുവാൻ, ഒരു ശത്രുവിനും അപകരിക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പഠിക്കുന്ന വചനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. അവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സഞ്ചരിക്കുന്ന വിദ്യാലയങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ പഠിച്ചു. സഞ്ചരിക്കുന്നു അഥവാ ഇന്ന് ഒരു സ്ഥലത്തായിരുന്നുവെങ്കിൽ നാളെ വേറൊരു സ്ഥലത്തായിരിക്കും. അങ്ങനെ മാറി മാറി പോകുന്നതായ ഒരു അനുഭവമാണ് അന്നത്തെ വിദ്യകൾ അവർ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നു. യേശു എവിടെ പോകുന്നോ അവരുടെ കൂട്ടത്തിനങ്ങൾ പോയി. യേശു എവിടെയായിരിക്കുന്നു? ഒരുപക്ഷെ പുഴക്കരയിലായിരിക്കാം, കടൽക്കരയിലായിരിക്കാം, വനാന്തരങ്ങളിലായിരിക്കാം, ചിലപ്പോൾ ഒരുപക്ഷെ പടകുകളിലായിരിക്കാം, അല്ലെങ്കിൽ വിജനമായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം. പക്ഷെ എവിടെയായിരുന്നാലും വചനം കേൾക്കുവാനും പഠിക്കുവാനും ജനം അങ്ങനെ പൊക്കോണ്ടിരുന്നു. അങ്ങനെ സഞ്ചരിക്കുന്നതായ ഒരു വിദ്യാലയത്തിലാണ് അന്നത്തെ ദൈവദാസന്മാർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരുന്നത്. വളരെ പഠിച്ചത് സമർത്ഥനായിരിക്കുന്ന ഒരു പാസ്റ്ററിന്റെ കീഴിലായിരുന്നു അന്ന് അവർ പഠിച്ചത്. വളരെ സമർത്ഥനായിരിക്കുന്ന ഒരു പാസ്റ്റർ ഇഡിഡോ എന്ന പേരുള്ളതായിരിക്കുന്ന
ഒരു പാസ്റ്ററിന്റെ കൈ കീഴിലാണ് അത് അവര് ദൈവത്തിന്റെ വചനം അന്ന് അവർക്ക് പഠിക്കുവാൻ ഇടയായി തീർന്നത്. കുട്ടികൾ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുമായിരുന്നെങ്കിൽ ആ അധ്യാപകനോട്, അപ്പോൾ ആ അധ്യാപകനോട് സംശയങ്ങളും അവരുടേതായിരിക്കുന്നതായ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാൻ ആ അധ്യാപകനോട് ചോദിക്കുമ്പോൾ ഇപ്രകാരം ആ അധ്യാപകൻ ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടികൾ സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്നതായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കും, ഇല്ലാത്തത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് അവിടെ ഉച്ചരിക്കുന്നുണ്ട്, പച്ച പട്ടികയിൽ ഇട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അത് അവർക്ക് എളുപ്പം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. സംശയങ്ങളും ഉത്തരങ്ങളും ഒക്കെ അറിയാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് പച്ച പട്ടികയിൽ ഇട്ടുകൊള്ളുക എന്നാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ആ അധ്യാപകൻ വിദ്യാർത്ഥികളോട് ഇപ്രകാരമാണ് പറഞ്ഞു കൊടുത്തത്. ഒരുപക്ഷെ വിദ്യാർത്ഥികൾ ചോദിച്ചു കാണും, സാറേ എന്താണ് ഈ പച്ച പട്ടിക എന്ന് അദ്ദേഹത്തോട് ചിലപ്പം വിദ്യാർത്ഥി ചോദിച്ചു കാണും. അപ്പോൾ ആ അധ്യാപകൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായ സത്യം ഇപ്രകാരമാണ്. ആ അധ്യാപകൻ വിദ്യാർത്ഥിയോട്, സ്വർഗത്തിൽ നിങ്ങൾ കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ അവൻ അത് നിങ്ങൾക്ക് വിവരിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നതായ പച്ച പട്ടികയുടെ അർത്ഥം അതാണ്. നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോൾ, സ്വർഗത്തിൽ വസിക്കുമ്പോൾ, ഇന്ന് നമുക്ക് മറഞ്ഞിരിക്കുന്നതായ രഹസ്യങ്ങളെ, അറിയപ്പെടാത്തതായ കാര്യങ്ങളെ അന്ന് സ്വർഗരാജ്യത്തിൽ കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം വിവരിച്ചു തരും എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ ദൈവവും മാത്രമേ അത് വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് അറിയാത്തതായ കാര്യങ്ങളെ, അഥവാ മറ്റുള്ളവർക്ക് നമ്മളോട് പറഞ്ഞു തരുവാൻ അറിയാത്ത കാര്യങ്ങളെ, രഹസ്യങ്ങളെ, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തണമെങ്കിൽ അത് ദൈവത്തിനും പരിശുദ്ധാത്മാവിനും മാത്രമേ അത് കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമുക്ക് വ്യാഖ്യാനിച്ചു തരുമ്പോൾ അത് പഠിക്കുമ്പോൾ അത് ആഴത്തിലേക്ക് ഇറങ്ങുവാൻ നമ്മെ സഹായിക്കുന്നു. പൗലോസ് പറയുന്നു, നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ അറിയപ്പെടാത്തതുപോലെ നാം അറിയും. ദൈവത്തിന് സ്തോത്രം. അന്ന് നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നത് പോലെ തന്നെ അറിയപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ അറിയും എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാം നമ്മുടെ ചിന്തയിലും നമ്മുടെ പഠനമായിരിക്കുന്ന കാര്യങ്ങളിൽ കൂടെ നമുക്ക് വെളിപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് വളരെയധികം തെറ്റാണ്. എങ്കിലും നമ്മൾ ഒന്നും അറിയത്തില്ല. അതേ അനുഭവത്തിൽ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ യേശുക്രിസ്തു സകലതിനെയും വെളിപ്പെടുത്തുകയും സകല മർമ്മങ്ങളെയും രഹസ്യങ്ങളെയും നമ്മുടെ മുൻപിൽ കാണിക്കുകയും ചെയ്യുന്നതായ ഒരു കർത്താവാണ്. നമുക്ക് പലപ്പോഴും വ്യാഖ്യാനിക്കുവാൻ അറിയാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയും. അതുകൊണ്ട് യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന്റെ വചനം പഠിക്കുകയാണെങ്കിൽ എല്ലാ മർമ്മങ്ങളെയും വെളിപ്പെടുത്തുന്നതായ, എല്ലാ സത്യങ്ങളെയും പറയുന്നതായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ്, ആഴം, ന്യായവിധി, അവന്റെ വഴി അഗോചരം ആകുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റേതായ ചിന്തയ്ക്കപ്പുറമായിട്ട്, മനുഷ്യന്റേതായ നിരൂപണങ്ങൾക്കപ്പുറമായിട്ടാണ് ദൈവത്തിന്റെ പദ്ധതികളും തീരുമാനങ്ങളും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണല്ലോ പറയുന്നത് ദൈവത്തിന്റെ ധനം അത് എത്ര വിലപ്പെട്ടതാണ്, ദൈവത്തിന്റെ ജ്ഞാനം എത്ര വിലപ്പെട്ടതാണ്. ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ സന്നിധിയിൽ പോഷത്വം എന്ന് പറയുന്നു. ഇവിടെ ദൈവത്തിന്റെ ജ്ഞാനം വിലയേറിയതാവും. അവന്റെ അറിവ്, ദൈവത്തിന് സ്തോത്രം, അവന്റെ ആഴം, അവന്റെ ന്യായവിധി, ഇതൊക്കെ നമ്മൾ വിലയിരുത്തി ചിന്തിക്കുമ്പോൾ അവന്റെ വഴികൾ അഗോചരം ആകുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യത്യസ്തമായിരിക്കുന്ന വഴിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വഴി. അതുകൊണ്ട് ദൈവമക്കളെ, ഈ നാളുകളിൽ നമുക്ക് അറിയാൻ വയ്യാത്തതായ കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ അതിൻ്റെതായ സത്യങ്ങൾ ആഴത്തിൽ, അതിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നാം ഒരു മിനിറ്റ് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുക. ദൈവമേ, എനിക്കിത് വെളിപ്പെടുത്തി തരണമേ, അല്ലെങ്കിൽ ഇതിന്റെ സത്യത്തെ അതിന്റെ മറഞ്ഞിരിക്കുന്ന സത്യത്തെ അത് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരു ശത്രുവിനും നിന്റെ കണ്ണുകളെ അടയ്ക്കുവാൻ, നിന്റെ കണ്ണിനെ കുരുടാക്കി കളയുവാൻ ഒരിക്കലും ഒരു ശത്രുവിനും കഴിയുകയില്ല. ആയതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നതായ ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളും പച്ചപ്പട്ടികയിൽ എഴുതിയിടുക. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വെളിപ്പെടും. അന്ന് യേശുക്രിസ്തു
വെളിപ്പെട്ട് കഴിയുമ്പോൾ, ആ വെളിപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എല്ലാം ദൈവം നമുക്ക് പറഞ്ഞു തരും. ഇന്ന് നാം വിശ്വാസത്താൽ ആയിരിക്കുന്നു, അന്ന് യേശുവിനെ വിശ്വാസത്താലല്ല, ആ നേരിൽ മുഖാമുഖമായി ദൈവത്തിന് സ്തോത്രം ആ കാണുവാനുള്ളതായ അവസരം ദൈവം നമുക്ക് ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അവന്റെ ധനവും ജ്ഞാനവും അറിവും ആഴവും ന്യായവിധിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ വഴിയിൽ പോകാം. ഈ നാളുകളിൽ, ഈ പ്രഭാതത്തിൽ, ഇന്നത്തെ ഈ വചനം നിങ്ങളുടെ ഇന്നത്തെ യാത്രയിൽ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മെസ്സേജിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതായ ബിൻസി സ്റ്റീഫൻ അടൂര് സഹോദരിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതായ നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവെ, നിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് പഠിക്കുവാനും കർത്താവെ പ്രാർത്ഥിപ്പാനും മറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾക്ക് ഈ നാളുകളിൽ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബർത്ത്ഡേ ആഘോഷിക്കുന്നതായ ബിൻസി സ്റ്റീഫനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളുടെ എല്ലാ മേഖലകളിലും അവൾ വളരും തോറും ദൈവത്തിൻ്റെതായിരിക്കുന്ന എല്ലാ സാന്നിധ്യവും പ്രിയ മകളുടെ മേലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിച്ചാട്ടെ. ഇന്നുവരെയും ദൈവം നടത്തിയല്ലോ, തുടർന്നുള്ള നാളുകളിൽ നടത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.